എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് വെറൈറ്റി ആയിട്ട് മാമ്പഴം വരട്ടാൻ പോവുകയാണ്. ഇത് കണ്ടതിന് ശേഷം ആരും ഒരു മാമ്പഴം പോലും പാഴായിപ്പോയി എന്ന് വിഷമിക്കില്ല. ഞാനിവിടെ 50 മാമ്പഴമാണ് വരട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞു. ഇനി കഷ്ണങ്ങളായി അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വേണം അരയ്ക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് പൂത്തു പോകാൻ ചാൻസ് ഉണ്ട്. ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരുപോലെ വേവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ ജലാംശം നിന്നിട്ടാണ് പെട്ടെന്ന് അത് കേടായി പോകുന്നത്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ മാങ്ങയെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് 50 മില്ലി നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കണം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അരച്ചു വച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് അടിയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാൻ ഒരു സാധ്യതയുണ്ട്. ആദ്യം നന്നായി തീ കത്തിക്കണം. ഇത് തിളച്ചതിന് ശേഷം മാത്രം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. വിറകടുപ്പിലാണെങ്കിൽ പിന്നീട് തീ ഒരുപാട് കത്തിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെറിയ തീ തന്നെ ഇരുന്ന് അതിൽ വെള്ളമൊക്കെ വറ്റിപ്പോകണം. കുറേ സമയം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പെട്ടെന്നുണ്ടാക്കി കഴിയണമെങ്കിൽ നന്നായി ഫ്ലെയിം കൂട്ടി കൊടുത്ത് 1 മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അരികുവശവും അടിവശവും ഒക്കെ നന്നായി ഇളക്കിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അടിവശം പ്രത്യേകിച്ച്. ഇതിപ്പോൾ ചെറുതായി തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെയൊക്കെ തിക്കാവണം. ഇതിൻ്റെ കളറൊക്കെ നന്നായി ഡാർക്കായി മാറി വരും. നല്ല കൺസിസ്റ്റൻസിയൊക്കെ നല്ല കട്ടിയിലാണ് ഇതുണ്ടാവുക. മാമ്പഴത്തിൻ്റെ ചാറൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് മാങ്ങാത്തിര എന്ന് പറഞ്ഞിട്ടൊരു വിഭവമുണ്ട്. അത് ഞാനൊരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു പുളിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴങ്ങനെ ഈ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിലും അത് വെന്ത് വരുമ്പോൾ അതിൻ്റെ പുളിയായിരിക്കും മേലെ നിൽക്കുക. അപ്പോൾ നമ്മൾ അതിലിത്തിരി മധുരവും കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് തയ്യാറാക്കാൻ. ഇതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളത് ചേർക്കുന്നത്. മധുരത്തിന് പഞ്ചസാരയാണ് ഞാനിതിൽ ചേർക്കുന്നത്. മധുരം അവസാനം ചേർക്കുന്നത് ഈ പഞ്ചസാരയ്ക്ക് ആദ്യം ചേർക്കുമ്പോൾ ഒരു അടി പിടിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ടാണ് ഇത് അവസാനം ചേർക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതാണ് കുറച്ചും കൂടി സേഫ്. ഇതേ ഇപ്പോൾ പഞ്ചസാര ചേർക്കുകയാണ്. 2 ഗ്ലാസ് മുഴുവൻ പഞ്ചസാര, അതായത് ഒരു 300 ഗ്രാമോളം പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ചേർക്കുമ്പോഴും നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കളറിന് തന്നെ ഒരു വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു കാരമലൈസ്ഡ് ആയിട്ടുള്ളൊരു കളർ അതിന് വരും. പഞ്ചസാര മുഴുവനായും അലിഞ്ഞ് അതും കൂടെ ഒന്ന് വേവാനുള്ളൊരു സമയം കൊടുക്കണം. കുറച്ചും കൂടെ ഒരു 10-15 മിനിറ്റ് കൂടെ നമ്മൾ മുഴുവനായിട്ട് അത് അലിഞ്ഞ് ചേരാനുള്ള സമയം കൊടുക്കണം. പിന്നെ ഇതിന് പകരം ശർക്കരയാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ മാമ്പഴം വരട്ടിയത് ഇവിടെ റെഡിയായിരിക്കുകയാണ്. പുളിയും മധുരവും ഒക്കെ ചേർന്ന നല്ലൊരു സ്വീറ്റാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.